Welcome to Plus 2 Physics Series 19. നമുക്കിന്ന് കപ്പാസിറ്റൻസ്, ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസിൻ്റെ കോൺസെപ്റ്റ്, ഒരു കപ്പാസിറ്ററും കാണും. എന്തെങ്കിലും സംഭരിച്ചു വെക്കാൻ, സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവാണല്ലോ കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റൻസ്. ചാർജ്, ഒരു കണ്ടക്ടർ ചാർജ് കൊടുത്താൽ അത് സൂക്ഷിച്ചു വെക്കാനുള്ള അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചാർജിൻ്റെ ഒരളവാണ് ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ്. ഇതിന് നമുക്കൊരു വെസലിനോട് താരതമ്യം ചെയ്യാം. ഒരു ലിക്വിഡ്, ഏതെങ്കിലും ലിക്വിഡ് ഒരു വെസലിൽ എത്ര കണ്ട് ഉൾക്കൊള്ളിക്കാൻ കഴിയും, അതാണല്ലോ വെസലിൻ്റെ കപ്പാസിറ്റി. ഇതിപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ വെസലാണ്, ഇതും സിലിണ്ട്രിക്കൽ വെസലാണ്, ഇതൊരു കോണിക്കൽ വെസലാണ്. ഇത് മൂന്നിലും ലിക്വിഡ് ഒഴിച്ചാൽ ലെവൽ ഉയരും. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ ഇത് നാരോയാണ്, ഇത് അല്പം വൈഡാണ്. തീർച്ചയായിട്ടും ഇതിലാ കപ്പാസിറ്റി കൂടുതൽ വെള്ളം ഇതിലാ ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പം കപ്പാസിറ്റൻസ് ഇതിനാ കൂടുതൽ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലിക്വിഡ് ഒഴിക്കുമ്പോൾ ലെവൽ ഉയരും. ഈ ലെവൽ റൈസ് പെട്ടെന്ന് നടക്കുന്ന ഇതിൽ പെട്ടെന്ന് ലെവൽ ഉയരും. പക്ഷേ ഇതിൽ ലെവൽ ഉയരണമെങ്കിൽ താമസം, കൂടുതൽ ലിക്വിഡ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് ഇതിന് കപ്പാസിറ്റൻസ് ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കപ്പാസിറ്റി ഇതിന് കുറവ്, ഇതിന് കപ്പാസിറ്റി കൂടുതൽ. കപ്പാസിറ്റി കുറഞ്ഞ വെസലിലെ ലിക്വിഡ് ലെവൽ പെട്ടെന്ന് റൈസ് ചെയ്യും. കപ്പാസിറ്റി കൂടിയ വെസലിലെ ലെവല് പതുക്കെ റൈസ് ചെയ്യും, സ്ലോ ആയിട്ട് റൈസ് ചെയ്യും. അപ്പോൾ കപ്പാസിറ്റിയുടെ ഒരു മെഷർ ഈ ലെവൽ റൈസിനെ ചൂണ്ടിക്കാട്ടി നമുക്ക് പറയാം. ലെവല് പെട്ടെന്ന് ഉയരുന്നെങ്കിൽ കപ്പാസിറ്റി കുറവാണ്, ലെവല് സാവകാശമാണ് വരുന്നതെങ്കിൽ കപ്പാസിറ്റി കൂടുതലാണ്. ഇലക്ട്രിസിറ്റിയിൽ ചാർജ് കൊടുക്കുമ്പോൾ പൊട്ടൻഷ്യലാണ് കൂടുതൽ. ലിക്വിഡ് ലെവലിന് പകരമാണ് ഇലക്ട്രിസിറ്റിയിലെ പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ പെട്ടെന്ന് റൈസ് ചെയ്യുന്നെങ്കിൽ അതിന് ഇലക്ട്രിക്കൽ കപ്പാസിറ്റി കുറവാണെന്നർത്ഥം. പതുക്കെ കൂടുന്നുള്ളെങ്കിൽ കപ്പാസിറ്റി കൂടുതലാണ്. മറ്റൊരു സവിശേഷത, ഈ കോണിക്കൽ വെസലിലും ലെവൽ റൈസ് ചെയ്യും ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് കപ്പാസിറ്റൻസ്. പക്ഷേ ഈ സിലിണ്ട്രിക്കൽ വെസലും കോണിക്കൽ വെസലും തമ്മിലുള്ള വ്യത്യാസം, ഇതിലെ ലെവൽ റൈസ് ലീനിയർ, ക്രമമായിട്ട് ഉയരും, അതേ പ്രൊപ്പോർഷണലായിട്ട് ഉയരും എന്ന് പറയും. അപ്പോൾ ഇത്ര ലിറ്റർ വെള്ളം കൊടുക്കുമ്പോൾ ഇത്ര സെൻറ്റിമീറ്റർ ലെവൽ റൈസ് ചെയ്യും, അത് ഫിക്സഡാണ് ത്രൂ ഔട്ട്. ഇത് കപ്പാസിറ്റി തീരുന്നിടം വരെയും അതിൻ്റെ ഫുള്ളാകുന്നിടം വരെയും ലെവല് കൊടുക്കുന്ന ലിക്വിഡിനനുസരിച്ച് 1 ലിറ്റർ വെള്ളം കൊടുക്കുമ്പോൾ ലെവൽ 1 സെൻറ്റിമീറ്റർ ഉയർന്നാൽ 2 ലിറ്റർ വെള്ളം കൊടുക്കുമ്പോൾ ലെവൽ 2 സെൻറ്റിമീറ്റർ ഉയരും. 3 ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ലെവല് 3 സെൻറ്റിമീറ്റർ റൈസ്. ഇങ്ങനെ പ്രൊപ്പോർഷണലായിട്ടാണ് സിലിണ്ട്രിക്കൽ വെസൽ ലെവൽ കൂടുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആദ്യമൊക്കെ ലെവൽ സ്ലോ ആയിട്ട് കൂടും, മുകളിലോട്ട് വരുന്തോറും ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കുറയുന്നത് കൊണ്ട് ലെവൽ പെട്ടെന്ന് കൂടും. അപ്പോൾ ലെവൽ ഡിഫറൻസും ലിക്വിഡിൻ്റെ വോളിയം തമ്മിലൂടെ ഒരു ലീനിയർ റിലേഷൻ സാധ്യമല്ല. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ സാധാരണ വസ്തുക്കൾക്ക് ചാർജ് കൊടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ ക്രമമായിട്ടാണ് കൂടുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ കപ്പാസിറ്റി പറയുമ്പോൾ അതിന് ഇക്വലൻ്റായിട്ട് ഹൈഡ്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് ഒരു വെസൽ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ സിലിണ്ട്രിക്കൽ വെസൽ വേണം എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു അനാളജി ആയിട്ട്, ഇതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് നമുക്ക് സിലിണ്ട്രിക്കൽ വെസലേ പറ്റൂ. കാരണം അവിടെ മാത്രമേ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ വോളിയവും ലെവലും തമ്മിലുള്ള ലീനിയർ പ്രൊപ്പോർഷണൽ റിലേഷൻ സാധ്യമാകൂ. ഇനി നമുക്ക്, ഇതൊരു കണ്ടക്റ്റിംഗ് ബോഡിയാണ്. ഇതിൽ ആദ്യം ചാർജൊന്നും ഇല്ല, നമ്മളൊരു കുളമ്പ് ചാർജ് ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഉയരും.
ഈ ഒരു കുളമ്പ് ചാർജ് ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് വർക്കൊന്നും ചെയ്യേണ്ട, കാരണം ഇത് എംറ്റിയാണ്. ഇവിടെ നിന്നുകൊണ്ട് അതിന് റിപ്പൾഷനൊന്നും ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് റിപ്പൾഷനൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് വർക്കൊന്നും ചെയ്യാതെ നമുക്ക് ഇതിൽ കൊണ്ട് കയറ്റാം. പക്ഷേ രണ്ടാമതൊരു ചാർജ് ഇങ്ങോട്ട് ഈ ബോഡി കൊണ്ട് പ്രതിഷ്ഠിക്കണമെങ്കിൽ നേരത്തെ ഇതിൽ വന്ന ചാർജ് ഇതിനെ റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. ഇപ്പോൾ വർക്ക് ചെയ്താലേ അടുത്ത ചാർജ് ഇതിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും. ഈ 2 ചാർജും എത്തിക്കഴിഞ്ഞാൽ മൂന്നാമതൊരു ചാർജിനെ കൊണ്ടുവരാൻ ഈ 2 പേരുടെ എതിർപ്പിനെ ഓവർകം ചെയ്തിട്ടേ പറ്റൂ. അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യണം. ഈ ചെയ്യുന്ന വർക്കിൻ്റെ അളവാണ് ഈ വസ്തുവിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. ഇപ്പോൾ ചുരുക്കത്തിൽ ചാർജ് കൊടുക്കും തോറും പൊട്ടൻഷ്യൽ കൂടും. നമുക്കറിയാമല്ലോ, ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ആദ്യം കയറുന്നവനെ ബസ്സിനകത്തോട്ട് കയറാൻ ഒരു തടസ്സമില്ല, സന്തോഷമാണ്, ചാടി അങ്ങ് കയറാം. പക്ഷേ അവൻ്റെ ആഗ്രഹം അവൻ ഒറ്റയ്ക്ക് ആ ബസ് വേണം. രണ്ടാമതൊരുത്തൻ ചെല്ലുമ്പോൾ ഇപ്പം പിടിച്ചു തള്ളിയില്ലെങ്കിലും മനസ്സിലെങ്കിലും ഒരു എതിർപ്പുണ്ടാകും. അപ്പോൾ കൂടുതൽ ആൾക്കാർ കയറും തോറും പിന്നീട് വരുന്ന പുതിയ ആൾക്കാർക്ക് കൂടുതൽ എതിർപ്പ് അനുഭവപ്പെടും. ഇത് ഈ പ്രകൃതി നിയമം. അപ്പോൾ ചുരുക്കത്തിൽ നമുക്കെന്ത് പറയാം, ചാർജ് കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ പൊട്ടൻഷ്യൽ കൂടുന്നതെന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന ചാർജുകളെ കൊണ്ടുവരാനായിട്ട് കൂടുതൽ വർക്ക്, ഈ വർക്കാണല്ലോ പൊട്ടൻഷ്യൽ, കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമുക്കിത് മാത്തമാറ്റിക്കലായിട്ട് പറയാം. പൊട്ടൻഷ്യൽ ഓഫ് എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ചാർജ് പ്രസൻറ്റ് ഇൻ ഇറ്റ്, ഓർ V ഈക്വൽസ് 1 എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു Q. ആ കോൺസ്റ്റൻറ്റ് നമ്മൾ 1/c എന്നിടും. കാരണം ഇതിന് കപ്പാസിറ്റി കുറവാണെങ്കിൽ Q കൂടുന്നതിന് അനുസരിച്ച് V വളരെ പെട്ടെന്ന് കൂടും. V പ്രൊപ്പോർഷണൽ ടു Q ആണ്. പക്ഷേ കപ്പാസിറ്റി കുറവാണെങ്കിൽ ഈ V പെട്ടെന്ന് കൂടും. കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ V സാവകാശമേ കൂടും, കുറച്ച് കൂടും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററി വരത്തക്കണ ഒരു ടൈം വേണം. കപ്പാസിറ്റൻസ് C കൂടുതലാണെങ്കിൽ V കുറയും, പതുക്കെ പൊട്ടൻഷ്യൽ കൂടും. C കുറവാണെങ്കിൽ V കൂടും, പെട്ടെന്ന് പൊട്ടൻഷ്യൽ കൂടും. അപ്പോൾ ഈ C എന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജ് ഉൾക്കൊള്ളാനുള്ള കഴിവിൻ്റെ ഒരു മെഷറാണ്. ഇതാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് V ഈക്വൽസ് Q/C ഓർ C ഈക്വൽസ് Q/V. ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ ബേസിക് ഡെഫിനിഷൻ. കപ്പാസിറ്റൻസ് ഈസ് എ റേഷ്യോ ഓഫ് ചാർജ് ടു പൊട്ടൻഷ്യൽ ഓഫ് ദി ബോഡി. ഈ യൂണിറ്റ് പറയുമ്പോൾ കുളമ്പ് പെർ വോൾട്ട്, അതിനെ ഫാരഡ് എന്നാണ് പറയുക. ഫാരഡയുടെ പേരിൽ നിന്നെടുത്താണ് ഫാരഡ്. ക്യാപിറ്റൽ F എന്നാണ് സിമ്പൽ. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ബേസിക് ഫോർമുല ഡയമെൻഷനലായിട്ട് പറയുമ്പോൾ Q/V. ഇനിയും ഇവിടെ ലീനിയർ റിലേഷനാണ്. C ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിലേ Vയും Qവും തമ്മിൽ ലീനിയറായിട്ട് റിലേഷൻ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിലിണ്ടറിക്കൽ വെസൽ ഇതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് ഹൈഡ്രോസ്റ്റാറ്റിക്സിൽ സിലിണ്ടർ തന്നെ വേണം എന്ന് പറഞ്ഞത്. ഇനി ഒരു സ്ഫിയറിൻ്റെ ഒറ്റ തിരിഞ്ഞിരിക്കുന്ന ഒരു സ്ഫിയറിൻ്റെ കപ്പാസിറ്റി ഒന്ന് കാണാം. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഓഫ് എ സ്ഫിയർ. ഒരു സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ കഴിഞ്ഞ പോസ്റ്റിങ്ങിലും പറഞ്ഞു, ഒരു സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് ഉദ്ദേശിക്കുക, അല്ല അതിനുള്ളിലുള്ള അതിൻ്റെ സെൻറ്ററിലെ പൊട്ടൻഷ്യൽ എന്ന് പറയാൻ ഉള്ളിലുള്ള ഏതെങ്കിലും പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ, എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ പൊട്ടൻഷ്യൽ of a sphere when it is supplied with a charge Q is V equals 1/4πε0 into Q/R. R is the radius of the sphere. എങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് C equals Q/V. That means Q by this much. Qയും ക്യാൻസൽ ചെയ്യും, പോയിട്ട് C equals 4πε0 into R. So capacitance of a sphere is directly proportional to radius of the sphere. അപ്പോൾ ചെറിയ സ്ഫിയറിനെ അപേക്ഷിച്ച് വലിയ സ്ഫിയറിന് കപ്പാസിറ്റി കൂടുതൽ ചാർജ് അതിന് ഉൾക്കൊള്ളാൻ കഴിയും. ഇത് അപ്പോൾ എർത്തൊരു സ്ഫിയറാണെന്ന് അസ്യൂം ചെയ്ത് എർത്തിൻ്റെ റേഡിയസ് അറിയാമെങ്കിൽ എർത്തിൻ്റെ ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ് കാണാം. 4π × ε0 ഇൻറ്റു 6400 അതിനെ മീറ്ററാക്കി കഴിയുമ്പോൾ നമുക്ക് ഫാരഡേ കിട്ടും. അതാണ്ട് 0.00 സംതിങ് വരും. വി വിൽ കാൽക്കുലേറ്റ് ഇറ്റ്. ഇനിയും കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു
സംഗതി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഉപയോഗിക്കും. ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് ആവശ്യമാണ്. ഏത് ഇലക്ട്രിക് സർക്യൂട്ട് എടുത്താലും കപ്പാസിറ്റർ അവിടെ ഒരു ഇന്നവിറ്റബിൾ ഫാക്ടറാണ്. പല ആവശ്യങ്ങളുണ്ട് കപ്പാസിറ്റർ കൊണ്ട്. ചാർജ് സംഭരിച്ചു വെക്കാനുള്ള ഒരു സംവിധാനമാണ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഇത് ഇലക്ട്രോണിക്സ് വളരെ വളരെ ആവശ്യമാണ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ ഇല്ലാത്ത ചുക്കില്ലാത്ത കഷായമില്ലെന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ഇല്ലാത്ത ഇലക്ട്രിക്കൽ സർക്യൂട്ട് നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. ട്രാൻസ്മിഷൻ ലൈൻസ്, വീട്ടിലെ വയറിങ്, ഇവിടെ എല്ലാം കപ്പാസിറ്ററുണ്ട്. ഫാനിലുണ്ട് കപ്പാസിറ്റർ, മോട്ടറുകളിലുണ്ട് കപ്പാസിറ്റർ, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് പറഞ്ഞാൽ ഒരു കണ്ടക്ടർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കപ്പാസിറ്റൻസും ലിമിറ്റുണ്ട്, വളരെ കുറവായിരിക്കും. അത് ഒറ്റയ്ക്ക് വേണ്ട ശേഖരിക്കാൻ. നേരത്തെ രണ്ട് വസ്തുക്കൾ അടുത്തടുത്തിരിക്കുമ്പോൾ കപ്പാസിറ്റൻസ് ഒന്നും വളരെ കൂടുന്നതായിട്ട് കാണാം. ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെ അപേക്ഷിച്ച് രണ്ടെണ്ണം അടുത്തടുത്തിരുന്ന കപ്പാസിറ്റൻസ് വളരെയധികം കൂടും. ഈ ഒരു വെസലിൽ ഇപ്പം ഇതിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ലിക്വിഡിൻ്റെ അളവ് ലിമിറ്റുണ്ട്. ഇത് ടോപ്പ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒഴിക്കുന്ന വെള്ളമെല്ലാം ഓവർഫ്ലോ ചെയ്ത് അങ്ങ് പോകും. അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് കൂട്ടണമെങ്കിൽ വെള്ളം ഒഴിച്ചാലും ഈ ലെവലിനെ കാര്യമായി അഫക്റ്റ് ചെയ്യരുത്. അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ. ഇതിനടുത്തൊരു ഒഴിഞ്ഞ വെസൽ കൊണ്ടുവെക്കുക, എന്നിട്ട് രണ്ടും കൂടി ഒരു സൈഡ് പൈപ്പ് വെച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളം ഈ വെസലിലോട്ട് കയറും, എന്നിട്ട് രണ്ടിൻ്റെ ലെവൽ കോമൺ ആയിട്ട് നിൽക്കും. ആ ലെവല് ഇതൊറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ലെവലിനൊക്കെ കുറഞ്ഞിരിക്കും. അപ്പോൾ പെട്ടെന്ന് സൈഡിലൊരു അടുത്തൊരു മറ്റൊരു എംറ്റി വെസൽ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്താൽ ഇതിലെ ലെവൽ അങ്ങ് താഴും. ലെവൽ താഴുമ്പം കൂടുതൽ വെള്ളം ഒഴിക്കാൻ കഴിയും. ഇതേ അറേഞ്ച്മെൻറ്റ് തന്നെ ആ കപ്പാസിറ്ററിലും വെക്കുന്നത്. ഒരു കണ്ടക്ടർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉള്ള കപ്പാസിറ്റൻസ് അല്ല അതിനടുത്ത് മറ്റൊരു കണ്ടക്ടറോടെ വെച്ചാൽ ഈ കണ്ടക്ടർ വെക്കുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഒന്ന് കുറയും. പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ കപ്പാസിറ്റി കൂടും. വി കുറയുമ്പോൾ സി കൂടും. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ ഇതിന് പോസിറ്റീവ് ചാർജ് കൊടുത്തു, ഇതിനടുത്ത് ഇത് എം ടി ആയിട്ടൊരു കണ്ടക്ടർ കൊണ്ട് വെച്ചിരിക്കുക. ഇൻഡക്ഷൻ മൂലം അൺലൈക്ക് ചാർജ് ഇതിൻ്റെ അടുത്ത ഫേസിൽ പ്രത്യക്ഷപ്പെടും. ലൈക്ക് ചാർജ് ഈ ഓപ്പോസിറ്റ് ഫേസിലും പ്രത്യക്ഷപ്പെടും. അതിനെ എർത്ത് ചെയ്താൽ ഈ ലൈക്ക് ചാർജ് എർത്തിലേക്ക് ന്യൂട്രലൈസ് ചെയ്തങ്ങ് പോകും. പോയിട്ട് ഇതിൽ നെഗറ്റീവ് ചാർജ് ഇതിൽ പോസിറ്റീവ് ചാർജ് നിലനിൽക്കും. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ പ്ലസ്സും ഇതിൻ്റെ പൊട്ടൻഷ്യൽ മൈനസും ആകും. പ്ലസ്സും മൈനസും കൂടെ ചേർന്നാൽ വാല്യൂ കുറയുമല്ലോ. വെറും സിമ്പിൾ. പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും കൂടെ ചേർത്താൽ മാഗ്നിറ്റ്യൂഡ് കുറയും. +5 പ്ലസ് -3 ദറ്റ് ഈസ് +2. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് പൊട്ടൻഷ്യലും ഇതിനടുത്ത് ഉണ്ടാക്കുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യലും കൂടെ ചേർന്നിട്ട് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ അങ്ങ് കുറയും. വി കുറയുമ്പോൾ സി കൂടും. അപ്പോൾ ഒരു കണ്ടീഷൻ ഇത് എർത്ത് ചെയ്ത് വെക്കണം. ഈ പ്ലേറ്റിൻ്റെ ഈ ഔട്ടർ ഫേസ് എർത്തിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് വരും. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ 0 ആവില്ല. 0 ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടിമുട്ടിക്കണം. ഇതിനിടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പൊട്ടൻഷ്യലും തമ്മിലുള്ള റെഡ്യൂസ്ഡ് വാല്യൂ 0 ആവില്ല, മിനിമത്തിലെത്തി നിൽക്കും. ഇതാണ് കപ്പാസിറ്ററിൻ്റെ ജനറലായിട്ടുള്ള തത്വം. അപ്പോൾ എ കപ്പാസിറ്റർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 conducting bodies separated by an insulator. അത് ഇൻസുലേറ്റർ നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഡയലക്ട്രിക് മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. വിശദമായിട്ട് ചർച്ച ചെയ്യണം. അപ്പോൾ ഇതിൽ ഈ കണ്ടക്ടേഴ്സ്, ദി 2 conductors ആർ കോൾഡ് പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ പ്ലേറ്റ്സ്. ആൻഡ് ദി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഇൻ ബിറ്റ്വീൻ ദി കണ്ടക്ടിങ് മെറ്റീരിയൽ പ്ലേറ്റ്സ് ഈസ് കോൾഡ് core of the capacitor. CORE, core of the capacitor. അതൊരു
ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത വസ്തുവായിരിക്കണം. പേപ്പർ, മൈക്ക, ഗ്ലാസ്, എയർ, ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ആയിരിക്കണം. ഇതിൽ നമുക്കൊരു ടൈപ്പ് കപ്പാസിറ്റർ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കപ്പാസിറ്ററാണ് പഠിക്കാനുണ്ട്. ദറ്റ് ഈസ് കോൾഡ് പാരലൽ പ്ലേറ്റ്സ് കപ്പാസിറ്റർ. അപ്പോൾ ഇതൊരു രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് ഇങ്ങനെ പാരലായിട്ട് വെച്ചിരിക്കുക. ഇതിൽ പോസിറ്റീവ് ചാർജ്, ഇതിൽ ഈക്വൽ നെഗറ്റീവ് ചാർജും ഉണ്ടാകുമല്ലോ. എങ്കിൽ ഇതിനാണ് ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നമ്മൾ ഇവിടെ കണ്ടതാണ്. ഈക്വൽസ് σ/ε0. ഈ പ്ലേറ്റിൻ്റെ ഏരിയ എ ആണെങ്കിൽ ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ ഇതിലെ മൊത്തം ചാർജ് Q ഈക്വൽസ് σ/A. So sigma is Q by A, charge per unit area. അപ്പോൾ സിഗ്മയുടെ സ്ഥാനത്ത് Q by A epsilon. So ചുരുക്കത്തിൽ ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഈസ് E ഈക്വൽസ് Q by A epsilon 0. ഇത് യൂണിഫോം ഫീൽഡാന്ന് നേരത്തെ പറഞ്ഞു. ഇത് യൂണിഫോം ഫീൽഡ് ആയതുകൊണ്ട് പ്ലേറ്റ് തമ്മിലുള്ള അകലം D ആണെങ്കിൽ ഈ രണ്ട് പ്ലേറ്റ്സും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈക്വൽസ് E ഇൻറ്റു D. ഇതൊക്കെ നേരത്തെ കണ്ടതാണ്. E ഈക്വൽസ് dV/dr. സോ dV ഈക്വൽസ് E ഇൻറ്റു dr. ഇൻറ്റൻസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ്, സെപ്പറേഷൻ. ഇവിടെ ഇപ്പോൾ യൂണിഫോം ഫീൽഡ് ആകുമ്പോൾ ഈ സെപ്പറേഷൻ D, പ്ലേറ്റ് തമ്മിലുള്ള അകലം. ചുരുക്കത്തിൽ V ഈക്വൽസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്, V ഈക്വൽസ് E ഇൻറ്റു D ഈക്വൽസ് Q/A epsilon 0 ഇൻറ്റു D. എങ്കിൽ ഈ കപ്പാസിറ്റർ അല്ലെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റൻസ് C ഈക്വൽസ് Q ബൈ അതിൻ്റെ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യലിന് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി എടുക്കേണ്ടത്. C ഈക്വൽസ് Q ബൈ V. ദറ്റ് ഈസ് Q ബൈ V ദിസ് മച്ച്. Q അങ്ങ് ക്യാൻസൽ ചെയ്യും, പോയിട്ട് ഇതങ്ങ് ന്യൂമറേറ്റർ വരും. A epsilon 0 ബൈ D. ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ്. പ്ലേറ്റ് ഏരിയ into epsilon 0 by D, provided the space between the plates is filled with air or free space. മറ്റെന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ പുറകെ കാണും. ഇപ്പോൾ എയർ കോറ് അല്ലെ ഫ്രീ സ്പേസ് കോറായിട്ട് വരുമ്പോൾ ഉള്ള വാക്വം കോറായിട്ട് വരുമ്പോൾ ഉള്ള കപ്പാസിറ്റൻസ് C ഈക്വൽസ് A epsilon 0 by D. അപ്പോൾ പ്ലേറ്റ് ഏരിയ കൂടുകയാണെങ്കിൽ, വലിയ പ്ലേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ C കൂടും. പ്ലേറ്റ് സെപ്പറേഷൻ കുറേ, പ്ലേറ്റ് അടുത്തടുത്ത് വെക്കും തോറും കപ്പാസിറ്റൻസ് കൂടും. കാരണം ഇതിൻ്റെ ഇൻഡ്യൂസ് ചെയ്യുക, ഇതിലോട്ട് ചാർജ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് കൂടുക ഇത് അടുത്തടുത്ത് വരുമ്പോൾ. അപ്പോൾ D കുറയുമ്പോൾ C കൂടും, A കൂടുമ്പോൾ C കൂടും. സോ C ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്ലേറ്റ് ഏരിയ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്ലേറ്റ് സെപ്പറേഷൻ. ഇനി നമുക്ക് ഇത് രണ്ട് പ്ലേറ്റ്സ് ഉള്ള ഒരു പെയർ എടുത്തിട്ടുള്ള കപ്പാസിറ്ററാണ്. 3 പ്ലേറ്റ്സ് അടുത്തടുത്ത് വെച്ചാൽ 1, 2, 3, ഇത് 1ഉം 2ഉം കൂടെ ചേർന്നാൽ ഒരു കപ്പാസിറ്ററാണ്. 2ഉം 3ഉം കൂടെ ചേർന്നാൽ 2 കപ്പാസിറ്ററാണ്. അപ്പം 3 പ്ലേറ്റ്സ് ചേർന്നാൽ 2 കപ്പാസിറ്ററാണ് ഫോം ചെയ്യുന്നത്. 4 പ്ലേറ്റ്സ് ചേർന്ന് കഴിഞ്ഞാൽ 3 കപ്പാസിറ്റർ ഫോം ചെയ്യും. ഇത് രണ്ടും കൂടെ 1, ഇത് രണ്ടും കൂടെ 2, ഇത് രണ്ടും കൂടെ 3. 5 പ്ലേറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ 4 കപ്പാസിറ്ററിൻ്റെ ഫലമാണ് ചെയ്യുന്നത്. അപ്പം ജനറലായിട്ട് N പ്ലേറ്റ്സ്, N ഐഡൻറ്റിക്കൽ പ്ലേറ്റ്സ് തുല്യ അകലങ്ങളിൽ വെച്ചാൽ N-1 കപ്പാസിറ്റേഴ്സിൻ്റെ ഫലം ചെയ്യും. അപ്പോൾ എങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റൻസ് C ഈക്വൽസ് N-1 ഇൻറ്റു ഒരു പെയറിൻ്റെ കപ്പാസിറ്റർ A epsilon 0 by D. 2 എണ്ണം ചേർന്നാൽ ഒരു കപ്പാസിറ്റർ, അതിൻ്റെ കപ്പാസിറ്റി A epsilon 0 by D ആണ്. അപ്പോൾ N പ്ലേറ്റ്സ് ചേർന്നാൽ N-1 കപ്പാസിറ്റേഴ്സിന് തുല്യമാണ്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റൻസ് C ഈക്വൽസ് N-1 ഇൻറ്റു A epsilon 0 by D. അപ്പോൾ ഇനി ഇതിൽ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ വരും. ഡയലക്ട്രിക്സ് ചർച്ച ചെയ്യണം. We will see in the next posting. Thank you.